സാമ്പാറാണോ? അമ്മേ, ഈ സാമ്പാറല്ലാണ്ട് വേറെ ഒന്നുമില്ലേ? ഒടത്തൊന്നുമില്ലേ? ഓ പിന്നെ രാവിലെ തന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയത്. ഒരു കണക്കിനാണ്. ദേ അച്ചാറുണ്ട്. കഞ്ഞിക്കേ അച്ചാറാണ് നല്ലത്. അല്ല, ദീപു മോൻ ചായ കുടിക്കാൻ വന്നില്ലല്ലോ. എടാ ദീപു, വന്നേടാ. എന്താ ചോദിച്ചത്? സമയം എത്രയും നോക്കിയേ. മോൻ ചായ കുടിക്കണില്ലേ? നേരത്തെ കാലത്തൊക്കെ ചായ കുടിക്കണം. വന്ന് വേൻ ചായ കുടിക്കാൻ നോക്കിയേ. എന്താണ് ചായക്ക് കഴിക്കാനായിട്ട്? ദേ മോന് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോന് ഇഷ്ടമാണല്ലോ. എന്നെ വേഗം കഴിച്ചേ. ദോശയാണ് കഴിക്കാം. അമ്മ എന്ത് പരിപാടിയാണമ്മത്? ആ ഒരു ദോശയും എനിക്ക് പഴങ്കഞ്ഞി. ദോശ ഉണ്ടായിരുന്നു, എനിക്കും ദോശ മതിയായിരുന്നല്ല. എടാ, ആകെ കുറച്ച് മാവുണ്ടായുള്ളൂ. ആ 4 ദോശ വിട്ടത്. 2 ദോശ അവനും ബാക്കി 2 ഞാനും കഴിച്ചു. നിനക്ക് പിന്നെ കഞ്ഞിയായാലും മതിയല്ല. അവൻ കഞ്ഞി കുടിക്കൂല. അവൻ അതൊന്നും തിന്ന് ശീലമില്ലല്ല. അതുകൊണ്ടാണ് അവന് ഞാൻ ദോശ കൊടുത്തത്. അപ്പൊ അമ്മക്കും അമ്മടെ മോനും ദോശ. അപ്പൊ ഞാനെന്താണ് ഈ വീട്ടിലുള്ളതല്ലേ? എനിക്ക് എന്നും ഇതുപോലെയാണല്ല ഈ പഴങ്കഞ്ഞിയും കാര്യങ്ങളും. കട്ടുണ്ടോ അമ്മ എങ്ങനെയാണത്? എടാ, ഈ വാർക്കപ്പണിക്കൊക്കെ പോണ നീ എന്താണ് ഈ ദോശയൊക്കെ തിന്നണത്? കഞ്ഞി കുടിച്ചോണ്ട് പോയാലാണ് അവിടെ പോകുമ്പളേ ഉത്സാഹത്തോടെ ജോലി വേണ്ടേ, ആരോഗ്യം വേണ്ടേ? നീ കഞ്ഞി കുടിക്കാൻ നോക്ക്, പോവാൻ നോക്ക്. മോനെ, മോൻ കഴിക്ക്. അമ്മ സാമ്പാർ ഒഴിച്ചട്ടെ മോനെ? കഴിക്കണ്ട. അമ്മേ, അമ്മേ, സാധനങ്ങൾ മേടിച്ചല്ല? തേങ്ങയൊക്കെ മേടിച്ചാ? മേടിച്ചിട്ടുണ്ടമ്മ. അല്ല, നീ മുട്ട മേടിച്ചില്ലേ? മുട്ട ഞാൻ മേടിച്ചില്ല അമ്മ, പൈസ തികഞ്ഞില്ല. അപ്പൊ നീ എല്ലാം മേടിച്ചെന്ന് പറഞ്ഞ്? എന്റെ അമ്മ, ഇപ്പൊ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. എടാ, മുട്ട ആവശ്യമുള്ള സാധനമാണ്. കൊച്ചു ജിമ്മി പോണതല്ലേ, അവന് രാവിലെ വൈകുന്നേരം മുട്ട കൊടുക്കണം, പിന്നെ പാലും വേണം. ഇപ്പൊ ഈ സാധനങ്ങളൊന്നും നീ മേടിക്കണില്ലല്ല. ഇന്ന് മുട്ട മേടിക്കണം, ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടല്ലേ. അമ്മേ, ഇന്ന് എനിക്ക് പൈസ കിട്ടിയ ദിവസമാണ്. പക്ഷെ ഇന്നാണ് വീടിന്റെ വാടക കൊടുക്കേണ്ടത്. പന്നൊഴുകി അത് ഓഞ്ചാനൊക്കെ ഉണ്ട്. കൈകോടെ ഞാൻ ആ വാടക കൊടുത്ത്. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് തീർന്നു. പിന്നെ പലചരക്കടയിലും കൊടുക്കാണ്ടായിരുന്നു. അവിടത്തെ പറ്റെല്ലാം തീർത്ത്. പിന്നെയും ഇന്ന് എൻ്റെ ഒരു കടം പറയാനില്ല എന്ന് ഓർത്തിട്ട് ഞാൻ മേടിക്കാണ്ടിരുന്നതാണ്. ഒരു ദിവസം മുട്ട കഴിച്ചില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിനക്ക് അങ്ങനെ പറയാ. നിനക്കല്ലെങ്കിൽ അവനോട് കുശുമ്പല്ലേ? വെറുതെ അല്ല നീ ഇങ്ങനെ പോയത്. ഒരു ഗതിയും പിടിക്കാതെ ഇപ്പോഴും വാക്കപ്പണിക്ക് പോയി നടക്കണത്. അവൻ നിന്നെ പോലെ ആയില്ലല്ല. നിനക്ക് അതിന്റെ കുശുമ്പല്ലേടാ. അവൻ കുറെ പഠിച്ചിട്ടുണ്ട്. നിനക്കാണെങ്കിൽ പഠിക്കാനും പറ്റില്ല. അതൊക്കെ കൊണ്ടല്ലേ നീ അവന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുടക്കി വെക്കണത്. എന്താണമ്മ ഇങ്ങനെ പറയണത്? എന്റെ പൈസ ഇല്ലാത്തോണ്ടല്ലേ. ഈ ഇത്രയും വലിയ വീട് തന്നെ വാടകയ്ക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപ എന്റെ കയ്യിലിരുന്നാനാ? വെറുതെ 8000 രൂപയുടെ വീട് വാടക കൊടുക്കുന്നത്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൊന്നുമില്ല. അതുകൊള്ള ഇത്രയെങ്കിലുള്ള സൗകര്യമുള്ള വീടെങ്കിലും വേണേ. നിന്നെ പോലെ കുറച്ച് അലവലാട് കൂട്ടുകാരൊന്നല്ല എന്റെ ദീപു മോനുള്ളത്. അവനുള്ളതേ നല്ലൊരു വലിയ വലിയ വീട്ടിലെ ഫ്രണ്ട്സ് ഒക്കെയാണ്. അവരൊക്കെ വരുമ്പോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടൊക്കെ വേണം. പിന്നെ നല്ലൊരു വീട് ഉണ്ടായതല്ലേ നീയായിട്ടത് വിറ്റു തൊലച്ചതല്ലേ. എന്റെ അമ്മ എന്താണ് ഇങ്ങനെ പറയണത്? ഒന്നും അറിയാത്ത പോലെ. അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണാ വീട് വിറ്റത്, അല്ലാണ്ട് എന്റെ ആവശ്യത്തിന് വേണ്ടിയാണാ? അമ്മ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ലേട്ടാ. അപ്പൊ പിന്നെ നീയേ ഈ വീടിന്റെ വാടക അങ്ങ് കൊടുക്ക്. പിന്നെ നിനക്ക് വാടക കൊടുക്കാൻ പറ്റൂലെങ്കിൽ നീ ഇനി പുതിയൊരു വീട് വെക്കടാ. അമ്മക്ക് എന്തായാലും അറിയാം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടത് പറ്റൂലെന്ന്. അതും പറഞ്ഞ അമ്മനെ മനഃപൂർവ്വം കളിയാക്കണല്ലേ. കൊള്ളാമേ. അമ്മക്ക് പറ്റാ വേണ്ടത്. പടിമുട്ടം കിട്ടിയാ മതിയാ മോന് കൊടുക്കാനായിട്ട്? മതി. കടമെങ്കിൽ കടം, ഞാനത് മേടിച്ചോണ്ടല്ല. ഈ വർത്താനങ്ങളൊക്കെ ഉണ്ടല്ല. ഇതങ്ങ് നേരത്തെ അങ്ങ് ചെയ്താ പോരായിരുന്നോ? എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചെന്തിനാണ്? അമ്മേ, ഞാൻ ഇറങ്ങട്ടാ. നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന? നിനക്ക് നല്ല വല്ല പരിപാടി ഉണ്ടാ? എനിക്കൊന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നന്നായി. എന്നെ റേഷൻ കടയിൽ നിന്ന് സുമ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പോയി റേഷൻ മേടിക്കാൻ പറഞ്ഞു. ഇനി എന്നാ ഞാൻ മണ്ണെണ്ണ കിട്ടും. അപ്പൊ നീയേ കുറച്ച് കഴിഞ്ഞ റേഷൻ കടയിൽ പോയി ഇത് മേടിക്കട്ടാ. റേഷൻ കടയിലാ? ഞാൻ പോകുന്നില്ല. എടാ, എനിക്ക് പണിന്ന് തൃപ്രയാറാണ്. വാർക്കേനവിടെ. അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ എത്തുമ്പോഴേക്ക് റേഷൻ കട അടച്ചു പോകും. ഇന്ന് എന്തില്ലെങ്കിൽ മണ്ണെണ്ണ കിട്ടൂല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതെങ്ങനെയാണ്? ഞാൻ പോകുന്നില്ല. എനിക്ക് നാണക്കേടാ റേഷൻ കടയിൽ പോണതൊക്കെ. റേഷൻ കടയിൽ പോണ നാണക്കേടാ? എന്താ നീ പറയണത്? എല്ലാവരും പോണല്ലേ റേഷൻ കടയില്. ഇടക്കൊക്കെ ഒന്ന് പോ. അങ്ങനെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ട്. എന്താടാ
കൊച്ചിനോട് നീ എന്തിട്ടാണ് പറയണത്? അമ്മയും ചേട്ടൻ പറഞ്ഞേട്ടാ എന്നോട് റേഷൻ കടയിൽ പോയി അരിയും മണ്ണെണ്ണയൊക്കെ വിളിച്ചിട്ട് വരാം. ഞാൻ പോകുന്നില്ല ഏട്ടാ, എനിക്ക് ഇഷ്ടമല്ല റേഷൻ കടയിൽ പോണതൊന്നും. നാണക്കേട്. ഇവനെ റേഷൻ കടയിൽ പറഞ്ഞുവിടാനാ? ഈടാ നിന്നെ പോലെയാണാടാ അവൻ. അവൻ നല്ലോണം പഠിച്ച കൊച്ചല്ലേ, അവനൊക്കെ അങ്ങനെ റേഷൻ കടയിൽ പറഞ്ഞു വിടണ ശരിയാണോ? നിനക്കാവുമ്പോ റേഷൻ കടയിലൊക്കെ പോണേന് ഒരു കുഴപ്പമില്ല. ഈ തവണേ മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിലും സാരൂല, അവൻ എന്തായാലും റേഷൻ കടയിലേക്ക് പറഞ്ഞു വിടണ്ട. ഓ എന്റെ അമ്മ, ഈ റേഷൻ കടയിൽ പോണേന് എന്ത് നാണക്കേടുന്ന നിങ്ങൾ എന്തോരി പറയണത്? കഷ്ടം കേട്ടാ. ഓ അവനൊരു M.Com പാസ്സായപ്പോഴേക്കും അമ്മ നിലത്തെങ്ങും അല്ല. ഇനി ഇവന് വലിയ വലിയ ജോലിയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ ഈ മാനത്ത് തോളിലിട്ട് ഊഞ്ഞാലിട്ട് ആടുമല്ല. കഷ്ടം കേട്ടാ. മണ്ണെണ്ണ വേണ്ടെങ്കി വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് പോയതണ്ടാ മോനെ, മണ്ണെണ്ണ മേടിച്ചില്ലെങ്കിൽ വേണ്ടാന്ന്. വേണ്ട, അങ്ങനെ എന്റെ കൊച്ചിനെ വിട്ട് ഇപ്പൊ മണ്ണെണ്ണ മേടിക്കണ്ട ഈ വീട്ടില്. അവൻ പറഞ്ഞത് കേട്ടാ, നിനക്ക് ജോലി കിട്ടിയാല് ഞാൻ മാനത്ത് തോളിട്ട് ഊഞ്ഞാലാടോന്ന്. ഞാൻ ആടും. എന്റെ മോനെ അതുപോലെ പഠിച്ചിട്ടുണ്ട്. ദേ നിനക്ക് നല്ല ജോലി കിട്ടൂലേ? എനിക്ക് നല്ല ജോലി കിട്ടും. ഈ പ്രാവശ്യം പോയി ഇന്റർവ്യൂ എനിക്ക് നല്ല കോൺഫിഡൻറ്റാ. എനിക്ക് എന്തായാലും നല്ല ജോലി തന്നെ കിട്ടും. അത് മതി മോന്, നല്ലൊരു ജോലി ഇട്ടിട്ട് വേണം ഈ നാട്ടുകാരെ എന്തിന് നിന്റെ ചേട്ടന്റെ മുമ്പില് അമ്മക്കൊന്ന് തല ഉയർത്തിപ്പിടിച്ചൊന്ന് നടക്കാനായിട്ട്. അല്ല അമ്മ പാല് കുടിച്ചായിരുന്നാ? ഇല്ല. അമ്മ പാൽ അവിടെ എടുത്ത് വെച്ചിട്ട് വന്നേ, അത് ചൂടാറിപ്പോ. വേവാ. ദൈവമേ, 1000 രൂപ വേണമല്ലോ, എന്ത് ചെയ്യും? അമ്മയോട് പോയി ഞാൻ അതേ കടയിൽ പോയി. അവനൊന്ന് മുട്ട വേണ്ടെന്ന്, ബ്രെഡ് റോസ്റ്റ് മതിയെന്ന്. അപ്പൊ പിന്നെ എന്തായാലും പോയി മേടിക്കാലാന്ന് പറഞ്ഞു. നിന്നോടൊക്കെ പറഞ്ഞാ പിന്നെ നിന്റെ വായിലിരിക്കണ മൊത്തം കേൾക്കണമല്ലോ. പിന്നെ ആ കൊച്ചിനെ 100 കൂട്ടം കുറ്റവും പറയും. അതുകൊണ്ട് ഞാൻ തന്നെ പോയി അങ്ങ് മേടിക്കാലാന്ന് വിചാരിച്ചു. ഞാനേ അമ്മ ഒരു ഉപകാരം ചെയ്യോ? എന്താണ്? എനിക്കൊരു 1000 രൂപ ആവശ്യമുണ്ട്. കറണ്ട് ബില്ലും അടച്ചിട്ടില്ല. ഞാൻ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കണ എന്റെ കയ്യിൽ എവിടെയാണ് പൈസ? അമ്മയുടെ അടുത്തില്ലാന്ന് എനിക്കറിയാം. അമ്മ ആരോടെങ്കിലും ആ വിലാസം ടീച്ചറുടെ ആരോടും ചോദിക്കോ? ശനിയാഴ്ച കൊടുക്കാമേ, ശനിയാഴ്ച വൈകുന്നേരം പണിക്കാച്ചിട്ട് ഞാൻ കൊടുക്കാം. ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഊരിക്കൊണ്ടുപോരി. എടാ മോനെ, നീ വേറെ വല്ല വഴിയുണ്ടോ നോക്ക്. നീ റോട്ടിൽ ആരുടെയും കയ്യിൽ പൈസ കിട്ടുമോ നോക്ക്. വിലാസിനൊക്കെ വീട്ടിൽ പോയി ഞാൻ എങ്ങനെയാണ് പൈസ ചോദിക്കണത്? എന്നെയും കൊണ്ട് അതിന് പറ്റിയൊന്നുമില്ല. നീ വേണമെങ്കിൽ റോട്ടിലെ കൂട്ടുകാരുടെ അടുത്ത് ആരോടെങ്കിലും ചോദിക്കും. ശനിയാഴ്ച പൈസ ഇടുമ്പോ കൊടുക്കാല്ല, അങ്ങനെ ചെയ്താൽ മതി. അവരോടൊന്നും പോയി ഞാൻ ചോദിക്കൊന്നുമില്ല. നോക്കോ, ഞാൻ ചോദിച്ചോളാം. അങ്ങനെ വല്ലതും ചെയ്യും. എന്ത് ചെയ്യും? അമ്മേ അമ്മേ അമ്മേ, എനിക്ക് 1500 രൂപ വേണമല്ലോ. 1500 രൂപ? ഇപ്പൊ നിനക്ക് എന്താണ് ആവശ്യം? അമ്മ കോളേജിലെ പിള്ളേരെല്ലാം റീയൂണിയൻ വെച്ചേക്കുന്നു. നമ്മുടെ ചെറായില് റിസോർട്ട് എടുത്തിട്ടാണ്. അപ്പൊ ഒന്നോടെ പോവാൻ കയ്യിൽ നിന്ന് കാശ് വേണമല്ലോ. അത് ശരിയാണ്. എല്ലാരും വരുമ്പോ കാശില്ലാതെ പോണ എങ്ങനെയാണ്? അമ്മയുടെ കയ്യിലാണെങ്കിൽ ഇല്ലാന്നേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അമ്മേ, അപ്പുറത്തെ വിലാസം ചേച്ചിനോട് ചോദിച്ചോക്കാം. ആ ചേട്ടാ എല്ലാം എന്തായാലും ഉണ്ടാവും. അമ്മ ചോദിച്ചിട്ട് വരാട്ടാ. ശരി. അമ്മ പോയിട്ട് കാണാനില്ലല്ലോ, പൈസ കിട്ടിയിട്ടുണ്ടാവോ? വിലാസിന്റെ കയ്യിൽ പൈസ ഉണ്ടായത് നന്നായി. നീ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നാ? മോനെ ഇന്നാ ഞാനേ ആ ചേച്ചിനോട് ശനിയാഴ്ച കൊടുക്കാന്ന് പറഞ്ഞു. ശനിയാഴ്ച എന്തായാലും ചേട്ടന് പണിക്കാശ് കിട്ടുമല്ലോ, അപ്പൊ അത് കൊടുക്കാം. എന്നാ മോൻ ചെല്ലാൻ നോക്ക്, സൂക്ഷിച്ചു പോണോട്ടാ. ശരി. എടി ശാന്തേ, എന്റെ ദീപ് മോന് ജോലി കിട്ടിയടി. തിരുവനന്തപുരത്തെ വലിയൊരു കമ്പനിയിലാണ്. പിന്നെ വേറൊരു കാര്യമല്ലോ, അവന് ഒരു ഫ്ലാറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. ഇനിയിപ്പില്ലേ ഞാനും അവന്റെ ഒപ്പം പോകും. അവന് ഞാനില്ലാതെ പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങള് ശനിയാഴ്ച പോകോട്ടാ. എന്റെ ശാന്തേ, ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഫ്ലാറ്റിൽ താമസിക്കണോന്ന്. ഇത്രയും പെട്ടെന്ന് ദൈവം അത് നടത്തി തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇനിയേ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അവിടുത്തെ ഫ്ലാറ്റൊക്കെ കാണിച്ചാലാട്ടാ. ഞാൻ അവിടെ എത്തിയിട്ടേ വീഡിയോ കോൾ വിളിക്കാം. എന്നാ ശരിയടി. അമ്മേ, അമ്മ ഇതാരെ വിളിച്ചിട്ടിരിക്കാണ്? ഞാൻ ഒന്ന് ശാന്തനെ വിളിച്ചതാണ്. അവിടെ ജോലി കിട്ടിയ ആരെയൊക്കെ പറഞ്ഞതാണ് ദീപുവന്റെ. അതില്ലേ, എനിക്ക് ഞായറാഴ്ച വർക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ശ്യാംലാലിന്റെ വീട്ടിലെ വാർക്കാണ്. അപ്പൊ അന്ന് പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ നമുക്ക് എക്സ്ട്രാ കിട്ടുമല്ലോ. അപ്പൊ ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ അന്ന് നമ്മുടെ കുട്ടഞ്ചേട്ടൻ്റെ മോളുടെ കല്യാണം. അതുകൊണ്ട് ഞാനുണ്ടാവൂല, അവിടെ പോവാതിരിക്കാൻ പറ്റൂല. അപ്പൊ അമ്മ ചെല്ലണോട്ടാ. പൈസ ഞാൻ വെച്ചേക്ക കവറിലാക്കിയിട്ട്.
എടാ നീ എന്തുട്ടാണ് പറയണത്? ഞാനുണ്ടാവോ ഞായറാഴ്ച? അമ്മ ഞായറാഴ്ച എവിടെ പോണു? ഞാൻ ശനിയാഴ്ച ദീപുമോന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് പോവൂലേ? ഞാനേ ഫ്ലാറ്റിലാണ് താമസിക്കാൻ പോണത്. അമ്മ തിരുവനന്തപുരത്തേക്ക് പോണ? ആ നിനക്ക് തോന്നുന്നുണ്ടാ അവൻ ഒറ്റക്ക് പോകുന്നു? അവൻ എന്തിനേതിലേ ഞാൻ വേണം, ഞാനും പോകും അവന്റെ ഒപ്പം. ആ അങ്ങനെ തന്നെ അമ്മ വെക്കോ. ഞാൻ തലേ ദിവസം കുള കല്യാണത്തിന്. ആ നീ എപ്പോഴാന്ന് വെച്ചാ ചെല്ലി തലേന്ന് അതിന്റെ 9 ദിവസം അങ്ങനെ പോയിട്ട് ആ കവറിലങ്ങണ്ട പൈസ കൊടുക്കാത്തോടെ കാര്യം കഴിഞ്ഞല്ല. കവറിനൊക്കെ വേണ്ടിയാണ് അവര് വിളിക്കണത്. നേരത്തെ പൈസ കൊടുത്താ മതി. ഈ ബാഗ് മതിയാവും, മറ്റുള്ള ഡ്രസ്സൊക്കെ ഉള്ളൂ, മതിയാവും. ആഹാ മോൻ വന്നാ? മോൻ വന്നിട്ട് എന്താ നമ്മൾ വിളിക്കാതിരുന്നത്? ഇല്ല മതി, ഇപ്പൊ വന്നുള്ളൂ. ബാഗ് മേടിച്ചു ഡ്രസ്സൊക്കെ കൊണ്ടുപോകാനായിട്ടേ. ആ ഇത് മതിയാവും. ഇത് മതിയാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് എടുത്തോണ്ട് പോവാല ഡ്രസ്. ആ അതെ അതെ, മതി തൽക്കാലം. ആ അമ്മേ, ഇനി എനിക്ക് കുറച്ച് ഷർട്ടും പാന്റൊക്കെ എടുക്കണം. പുതിയ ജോലിയൊക്കെ ഓഫീസിലൊക്കെ പോകുമ്പോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോണല്ലോ. ആ അതമ്മ മോനോട് പറയണോന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും മോൻ പോയേ ഡ്രസ്സൊക്കെ എടുക്ക്. പിന്നെ ആ കൂട്ടത്തിലേ എന്തായാലും മോൻ ഡ്രസ്സ് എടുക്കാൻ പോണല്ലേ, അമ്മക്ക് ഒരു 2 നൈറ്റ് മേടിച്ചേക്ക്. പിന്നെ 2 ചുരിദാറും എടുത്തോ. അമ്മക്ക് എന്തിനാണ് ചുരിദാർ നൈറ്റിയൊക്കെ? അല്ല മോന്റെ ഒപ്പം അമ്മ തിരുവനന്തപുരത്ത് തന്നെയാണല്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോ ഈ സാരിയൊക്കെ അതൊക്കെ പഴഞ്ചനാന്ന് ആൾക്കാർ വിചാരിക്കൂലേ. മോനിപ്പൊ നല്ല നിലയിലല്ലേ, അപ്പൊ പിന്നെ അമ്മയും അതിൻ്റെതായ രീതിയിൽ സ്റ്റാൻഡേർഡ് ആവണ്ടേ. അതിനു വേണ്ടിയാണ് മോൻ എന്തായാലും മേടിച്ചേക്ക്. അമ്മ എന്താണ് ഈ പറഞ്ഞത്? അമ്മ എന്തോടെ തിരുവനന്തപുരത്തേക്ക് വന്നാ? അമ്മയ്ക്ക് വല്ല വട്ടുണ്ടാ? അവിടുത്തെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ താമസിക്കാതെ എന്റെ കൂടെ ജോലി ചെയ്യണ വലിയ വലിയ സാറന്മാരൊക്കെയാണ്. അമ്മയ്ക്ക് അവിടെ ചെന്ന് അവരോടൊന്നും സംസാരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. അമ്മ വല്ല വിദ്യാഭ്യാസമോ കിട്ടുണ്ടാകും. അമ്മ ഇവിടെ കിടന്ന് ഇവിടുത്തെ ചേച്ചിമാരുടെ അടുത്ത് ഒച്ചപ്പാടും പാടും കൊടുക്കണ പോലെ അവിടെ ചെന്ന് ചെയ്യാൻ പറ്റൂല. അമ്മ ഒന്നും വരണ്ട, അമ്മ ഇവിടെ നിന്നാ മതി, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. മോനെന്താണ് ഇങ്ങനെ പറയണത്? മോൻ അമ്മയില്ലാതെ പറ്റോ? മോന്റെ കാര്യങ്ങളൊക്കെ ആര് ചെയ്തു തരും? പിന്നെ അമ്മ എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്കറിയാം. അതിന് വേറൊരാളുടെയും സഹായം ഒന്നും ആവശ്യമില്ല. ഈ പേരും പറഞ്ഞ അമ്മ എന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ നിൽക്കണ്ട. അമ്മ ഇവിടെ മോന്റെ കൂടെ നിന്നാ മതി, മൂത്ത മോന്റെ കൂടെ തന്നെ നിന്നാ മതി. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അല്ല പിന്നെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാൻ നോക്കുള്ളൂ. എന്തുപറ്റിയമ്മേ? നമ്മുടെ പൊന്നാരമോൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോകൂലെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എന്റെ അമ്മക്ക്. ഇളയ മോന് നല്ല ജോലിയും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുടുംബം രക്ഷപ്പെടും. അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാലാണ് അമ്മക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ, നല്ല കാലം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എന്റെ അമ്മക്ക്. ഇപ്പൊ എല്ലാം പോയില്ലേ. അവനിപ്പോ നല്ല കാലം വന്നപ്പോ അവന്റെ കാര്യം നോക്കി അവൻ പോയി. ഇപ്പൊ ആരും നമുക്ക് കൂട്ട്. ഇത്ര നാളും എല്ലാ കാര്യത്തിലും തള്ളി പറഞ്ഞിരുന്ന അമ്മയുടെ ഈ മൂത്ത മോൻ. അമ്മ എപ്പോഴും പറയുമായിരുന്നില്ലേ, ഞാൻ കൂലിപ്പണിക്കാരനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന്. എങ്ങനെയാണമ്മേ എന്റെ പഠിപ്പ് മുടങ്ങിയത്? അച്ഛൻ മരിച്ചതിന് ശേഷം ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ പഠിപ്പ് നിർത്തിയത്. എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ നല്ലോണം പഠിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, കുടുംബത്തിന്റെ അവസ്ഥക്ക് വേണ്ടി ഞാൻ എന്റെ പഠിപ്പ് നിർത്തി. പകരം എന്റെ അനിയനെ ഞാൻ പഠിപ്പിച്ച്. അവന് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയെല്ലാം ആയപ്പോ അമ്മക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ, ഞാൻ കൊള്ളൂലാത്തവനായി. ഇപ്പേ അമ്മക്ക് ഈ ഒരു അവസ്ഥയില്ലേ, ദൈവം തന്നതാണ്. ദൈവം തന്ന ശിക്ഷയാണമ്മേ അമ്മക്കിപ്പൊ കിട്ടിയത്. മക്കളോടൊരിക്കലേ വേർതിരിവ് കാണിക്കരുതമ്മേ. അമ്മ എൻ്റെ അടുത്തും അമ്മയുടെ ഇളയ മോന്റെ അടുത്തും 2 രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അമ്മനെ പോലെ ഈ വേർതിരിവ് കാണിക്കണ അമ്മമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ അവസാന സമയത്ത് ഏത് മക്കളാണ് ഒരു കൂട്ടായി താങ്ങായി ഉണ്ടാവണമെന്നേ പറയാൻ പറ്റൂല. ഇപ്പൊ കണ്ടില്ലേ, അമ്മക്ക് കൊള്ളൂലാത്ത ഈ ഞാനാണ് ഇനി ഒരു താങ്ങായിട്ടുള്ളത്. അമ്മ അത് മറക്കണ്ട.